ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സീസണിലുണ്ടായിരുന്ന സജന ഫിറോസിന്റെ ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. സജന ഫിറോസ് ഖാൻ വിഷയത്തിൽ സജന ഒരു ലൈവ് ചെയ്തിരുന്നു. ആ ലൈവിൽ സജന പറയുന്നുണ്ടായി ബിഗ് ബോസ് കണ്ടസ്റ്റന്റും പെടും ഫിറോസ് ഖാൻ അഭിഹിത ബന്ധം വെച്ച് പുലർത്തിയവരിൽ. പക്ഷേ ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ പേരോ അഡ്രസ്സോ സജന എങ്ങും പരാമർശിച്ചിട്ടില്ല. ഇതിന് കാരണമായി സജന പറഞ്ഞത് എനിക്കത് ഇവിടെ പറയാൻ ആഗ്രഹമില്ല എന്നാണ്. ഇത് കണ്ട ഹേറ്റേഴ്സും കമന്റോളികളും വെറുതെ അനാവശ്യമായിട്ട് സൂര്യയുടെ പേര് വലിച്ചഴിച്ചു. ഇത് കണ്ട് എക്സ്പോസ് ആയ സൂര്യ വളരെ സങ്കടത്തോടെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. അപ്പൊ അതിൽ സജന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, മൂന്നാമതൊരു ലേഡി കണ്ടസ്റ്റന്റ് അവരുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആട്ടുതൊല്ലിട്ട് കുറച്ച് ചെന്നായിക്കൾ, അതായത് ബിഗ് ബോസ് മുതലേ എന്നെ ഹേറ്റ് ചെയ്ത് നടക്കുന്ന കുറച്ച് പേര് അതിന്റെ ഇടയിൽ കൂടെ എന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കമന്റ്സ് ഇടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ആ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളോടാണ് പറയുന്നത്, ആ വ്യക്തി ഞാനല്ല കേട്ടോ. ഈ ആട്ടുംതോലിട്ട ചെന്നായ്ക്കളോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സജന ലൈവ് വീഡിയോയിൽ എവിടെയെങ്കിലും പറഞ്ഞോ സൂര്യയാണ് തങ്ങളുടെ ജീവിതം തകർത്തതെന്ന്? ഇല്ല. പിന്നെ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഈ കമൻറ്റോളികൾസ് കൊണക്കണ? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കണേ. നിങ്ങളെ വിഷമിപ്പിക്കുന്നതിന് സങ്കടമുണ്ട്. നിങ്ങൾ എന്തിനാ സങ്കടപ്പെടണം? നിങ്ങളെ പറ്റിയാണ് ഈ കമൻറ്റോളികൾസ് മോശമായിട്ട് പറഞ്ഞുണ്ടാക്കണം. നിങ്ങൾ അതിനെതിരെ പൊരുതി നിൽക്കുക. ഞങ്ങളെപ്പോലുള്ള റിയാക്ടേഴ്സും കൂടെയുണ്ട് നിങ്ങളുടെ ഒപ്പം. പക്ഷെ ഞാനല്ല ആ വ്യക്തി. അവരുടെ ഫാമിലി ലൈഫിൽ അവരുടെ ഒരു അവരുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഞാൻ ചെയ്തിട്ടില്ല. സജന ഇപ്പോഴും എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. ഒരിക്കലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ അത്രയും ലോക്കലല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കമൻറ്റോളികൾസ് കൂടുതലും ഫേക്ക് ഐഡിയയിൽ വന്നിട്ടാണ് ഇങ്ങനെ മോശം കമൻ്റൊക്കെ പരാമർശിക്കുന്നത്. അവരൊരിക്കലും റിയൽ ഐഡിയയിൽ വന്നിട്ട് കമൻ്റ് ഇടില്ല. കാരണം അവർക്ക് തന്നെ അറിയാം ഇടണ കമൻറ്റിനൊരു പൊരുളുമില്ലെന്ന്. അതാണ് സത്യം. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഇട്ട കമന്റ്സ് ഇട്ട ആളുകൾ. പക്ഷെ അത് ശരിയാണ്. ഈ കമൻറ്റോളികൾസിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആഘോഷിക്കണമല്ലോ. അപ്പോൾ ഒരാളുടെ വേദനയിൽ കിടന്ന് അവരിങ്ങനെ ആനന്ദം കണ്ടെത്തും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഇങ്ങനെയുള്ളവരൊക്കെ എതിരെ പൊരുതുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല കൊടുക്കാൻ പറ്റിയ മറുപടി. നിങ്ങളുടെ ക്യാരക്ടർ അല്ല എനിക്ക്, അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോഴേ പറയാണ്, ആ വ്യക്തി ഞാനല്ല. എനിക്ക് പറയാനുള്ളത് കമന്റോളികൾസിനോടാണ്. ദയവ് ചെയ്ത് അനാവശ്യമായിട്ട് ആരുടെയും പേര് വലിച്ചഴക്കരുത്. കാരണം സജന ഫിറോസ് പോലും എങ്ങും പറയുന്നില്ല സൂര്യയാണ് തങ്ങളുടെ ജീവിതം തകർത്തതെന്ന്. പിന്നെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കിടന്ന് പരാമർശിക്കുന്നത്? എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.